Good morning. Good morning, ma'am. എല്ലാവരും ഈസ്റ്റർ ഒക്കെ ആഘോഷിച്ചാ നന്നായിട്ട് ഉണ്ടാക്കില്ല. ഇനിയിപ്പോ നമ്മുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ? വിഷു ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്ത ഭാഗം വരെ വായിച്ചൊക്കെ നോക്കി എല്ലാവരും വായിച്ചതൊക്കെ സമയം കിട്ടിയോ? ഓക്കെ, വായിച്ചു. വായിക്കണം കേട്ടാ, ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കണം, അല്ലെങ്കിൽ മറന്നു പോകും കേട്ടാ. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടാ. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാനേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഇതൊക്കെ പഠിച്ചു, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കും? എന്തിനെ ആശ്രയിച്ചാണ്? നമ്പർ ഓഫ് ബെഡ്സ് അല്ലെ, ബെഡുകളുടെ എണ്ണത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ഫാർമസിസ്റ്റുകളുടെ എണ്ണം നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ടാബുലർ കോളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് നല്ലപോലെ പഠിച്ചു വെക്കണം കേട്ടോ, അതിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് ഒരു ഫ്ലോ ചാർട്ട്. എന്ന് പറഞ്ഞു, ഈ ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനായിട്ട് ഒരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട് അല്ലെ. ആ ഒരു കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ അല്ലെ, ആ ഒരു കമ്മിറ്റിയുടെ അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളതും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതിന്റെ ചെയർമാൻ ആരാണ്? ചെയർമാനും സെക്രട്ടറിയും പ്രത്യേകം നോട്ട് ചെയ്യുന്നു കേട്ടോ. ചെയർമാൻ എന്ന് പറയുന്നത് മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ്. സെക്രട്ടറി എന്ന് പറയുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. പിന്നെ നമ്മളൊരു ഫ്ലോ ചാർട്ട് പഠിച്ചല്ലോ. ഏറ്റവും ടോപ്പില് ആരായിരുന്നു? മെഡിക്കൽ ഡയറക്ടർ ആയിരിക്കും അല്ലെ. അദ്ദേഹത്തിന്റെ കീഴില് ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും. അവരുടെ യോഗ്യത എംഫാം ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ചീഫ് ഫാർമസിസ്റ്റിന്റെ കീഴിലായിട്ട് 4 വിഭാഗം ഫാർമസിസ്റ്റുകൾ ഉണ്ട് അല്ലെ. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷനില് ഫാർമസിസ്റ്റ് ബി-ഫാം ആണ് യോഗ്യത. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്തായാലും ചീഫ് ഫാർമസിസ്റ്റും അതുപോലെ ക്വാളിറ്റി കൺട്രോൾ ഫാർമസിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന എംഫാം യോഗ്യതയുള്ളവരായിരിക്കും കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേഷൻ യോഗ്യത ഉള്ളവരായിരിക്കും. മറ്റുള്ളത് ബി-ഫാം അല്ലെങ്കിൽ ഡി-ഫാം മതിയോ കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചില ഫംഗ്ഷനുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ പറഞ്ഞത് ഹോസ്പിറ്റൽ ഫോർമുലറിയെ പറ്റിയാണ് അല്ലെ. എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഒരു ഹോസ്പിറ്റലില് ഉപയോഗിക്കുന്നതിനായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആണ് ഇത് ഹോസ്പിറ്റൽ ഫോർമുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഏതെല്ലാം രീതിയിലാണ് ഡോക്ടേഴ്സിനെ സഹായിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് ഒരു രോഗത്തിന് അല്ലെങ്കിൽ ഒരു രോഗലക്ഷണത്തിന് മരുന്നുകൾ എഴുതുമ്പോൾ ഏതെല്ലാം മരുന്നുകളാണ് ആ ഫാർമസിയിൽ ലഭ്യമായിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ ഡോക്ടറെ സഹായിക്കുന്നത് ഈ പറയുന്ന ഡ്രഗ് ഫോർമുലറിയാണ് അല്ലെ. അത് മാത്രമല്ല, ചില മരുന്നുകൾ പരസ്പരം എന്ത് ചെയ്യും? റിയാക്ട് ചെയ്ത് ചില പ്രതികൂല സംഭവങ്ങൾ ഈ പറയുന്ന രോഗിയുടെ ശരീരത്തിൽ ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളൊന്നും തന്നെ, അതായത് പരസ്പരം പ്രതിപ്രവർത്തിക്കുന്ന മരുന്നുകളൊന്നും തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാനും ഡോക്ടേഴ്സിനെ സഹായിക്കുന്നത് ഈ പറയുന്ന ഫോർമുലറിയാണ് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു കമ്മിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെ. ഈ ഒരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഈ പറയുന്ന ഫോർമുലറിയിൽ ഉൾപ്പെടുത്തുന്ന മരുന്നുകളെ അവര് സെലക്ട് ചെയ്യുന്നത് എന്തിനൊക്കെ അടിസ്ഥാനത്തിലാണ്? അതിന്റെ ഇഫക്റ്റീവ്നെസ് അല്ലെ, അതിന്റെ ഒരു ഫലപ്രാപ്തി, അതുപോലെ അതിന്റെ ഒരു കോസ്റ്റ്, അതുപോലെ അതിനൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, അതുപോലെ ആ ഒരു ഹോസ്പിറ്റലിന് ആ മരുന്നിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്, ഇതിനെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെഡിക്കേഷൻസിന് ആ ഒരു കമ്മിറ്റി സെലക്ട് ചെയ്യുന്നത്. ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. അതെ, ഓക്കെ, ജസ്റ്റ് ഞാൻ റിവൈസ് ചെയ്തെന്നുള്ളൂ കേട്ടോ. ശ്രുതി ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമല്ലോ. അടുത്തതാണ് നമ്മൾ പറയുന്നത് ഇന്റന്റിങ് ആണ് കേട്ടോ. ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ്. എന്താണ് ഇന്റന്റിങ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞേ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ദ റിക്വസിഷൻ ഫോർ ദ സപ്ലൈ ഓഫ് ഡ്രഗ്സ് അല്ലെ. നമ്മൾ മരുന്നുകളുടെ സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ റിക്വസിഷൻ, ആ ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റന്റിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ്. അപ്പൊ നമ്മൾ മരുന്നുകള് സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ നോക്കുക, ദ ഹോസ്പിറ്റൽ. ആ പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ.
റിപ്പീറ്റ് ചെയ്യാണ്. ദ ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് എ ക്ലിയർ ഹോസ്പിറ്റൽ ഫോർമുലറി ദാറ്റ് മേ കണ്ടെയ്ൻ 250 to 300 drugs. അല്ലെ, ഈ പറയുന്ന ഏതൊരു ഹോസ്പിറ്റലിലും ഏകദേശം 250 തൊട്ട് 300 മരുന്നുകൾ അടങ്ങുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഏതൊരു ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് അവർ പറയുന്നത്. ആ 250 to 300 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. എന്താണ് പറയുന്നത്? ഏതൊരു ഹോസ്പിറ്റലിനും ഏകദേശം 250 തൊട്ട് 300 മരുന്നുകൾ അടങ്ങുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഏതൊരു ഹോസ്പിറ്റലിനും ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. ഡ്രഗ് ടു ബി ഇന്റൻഡഡ് കീപ്പിംഗ് സേഫ്റ്റി സ്റ്റോക്ക് ഇൻ മൈൻഡ് കേട്ടോ. എപ്പോഴും നമ്മൾ ഒരു സേഫ്റ്റി സ്റ്റോക്ക് കരുതിക്കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു സേഫ്റ്റി സ്റ്റോക്ക് കണക്കാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മരുന്നിനുള്ള റിക്വസിഷൻ കൊടുക്കാനായിട്ട്. അതാണ് പറയുന്നത്, ഒരു സേഫ്റ്റി സ്റ്റോക്ക് എപ്പോഴും നമ്മൾ കണക്കാക്കിക്കൊണ്ട് വേണം നമ്മൾ മരുന്നിനുള്ള ആ ഒരു റിക്വസ്റ്റ്, ആ ഒരു സപ്ലൈ റിക്വസ്റ്റ് നമ്മൾ കൊടുക്കാനായിട്ട്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡ്രഗ്, അതൊരു 1000 യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. വെറുതെ 1000 യൂണിറ്റ് മരുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ മരുന്നിന് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള മരുന്നാണെന്ന് വിചാരിക്കുക, ആവശ്യകത ഉള്ള ഒരു മരുന്നാണെന്ന് വിചാരിക്കുക. അത് 1000 ആയി. ഡെയിലി അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഡെയിലി പോകുന്ന ഒരു മരുന്നാണെന്ന് ഇരിക്കട്ടെ. അത് 1000 എന്നുള്ളത് 900 ആയി, കുഴപ്പമില്ല. 800 ആയി, പ്രശ്നമില്ല. 700 ആയി, കുഴപ്പമില്ല. 600 ആയി തുടങ്ങുമ്പോഴേക്കും എന്താണ്, അവിടെ ഒരു സേഫ്റ്റി സ്റ്റോക്ക് നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആ മരുന്നിനുള്ള ഓർഡർ നമ്മൾ റിക്വസിഷൻ നമ്മൾ കൊടുത്തിരിക്കണം. അല്ലാതെ അത് കൂടുതൽ ക്രിട്ടിക്കൽ ലെവലിലേക്ക് താഴ്ന്നിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു സേഫ്റ്റി സ്റ്റോക്ക് നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ മരുന്നിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് എന്ത് കൊടുക്കണം, നമ്മൾ ഓർഡർ കൊടുത്തിരിക്കണം. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു 500 ആയി, ആ മരുന്ന് 500 ആയി, 500 ഉണ്ടല്ലോ, ഒരു കുറച്ചും കൂടെ കഴിയട്ടെ എന്നിട്ട് നമ്മൾ ഓർഡർ കൊടുക്കാന്ന് അങ്ങനെ വിചാരിക്കരുത്. ഒരു സേഫ്റ്റി സ്റ്റോക്ക് എപ്പോഴും നിലനിൽക്കെ തന്നെ, അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ മരുന്നിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് എന്ത് കൊടുത്തിരിക്കണം, റിക്വസിഷൻ അല്ലെങ്കിൽ ഒരു സപ്ലൈ റിക്വസിഷൻ കൊടുത്തിരിക്കണം. അതാണ് അവിടെ പറഞ്ഞത്. ഡ്രഗ് ടു ബി ഇന്റൻഡഡ് ദാറ്റ് കീപ്പിംഗ് ദ സേഫ്റ്റി സ്റ്റോക്ക് ഇൻ മൈൻഡ്. സേഫ്റ്റി സ്റ്റോക്ക് എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ട് വേണം, കണക്കാക്കിക്കൊണ്ട് വേണം നമ്മൾ സപ്ലൈ ഓർഡർ കൊടുക്കാനായിട്ട് കേട്ടോ. അവരുടെ തീരെ താഴാൻ നമ്മൾ കാത്തു നിൽക്കരുത്. കാര്യം നമ്മൾ ഓർഡർ കൊടുത്ത് അത് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് വരാനായിട്ട് സമയമെടുക്കും അല്ലെ. ആ ടൈമും കൂടിയൊക്കെ നമ്മൾ അവിടെ കണക്കാക്കണം. അടുത്ത നോക്കൂ. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ് ടു ത്വാർട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ത്വാർട്ട് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രിവെന്റ് എന്നാണ് കേട്ടോ. ഇത് എഴുതി വെച്ചേക്കണേ. ത്വാർട്ട് കേട്ടോ. ത്വാർട്ട് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പ്രിവെന്റ് എന്നാണ് കേട്ടോ. പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, അതായത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ് ടു ത്വാർട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് തെഫ്റ്റ്. അതായത് മരുന്നുകളുടെ ഓവർ സ്റ്റോക്കിംഗ്. ഓവർ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ തെഫ്റ്റിനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിപ്പോ ഒരു മരുന്ന് ആവശ്യത്തിൽ കൂടുതൽ ഓവറായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ അവിടെ കളവ് നടന്നു പോകാനുള്ള, മിസ്സായി പോകാനുള്ള ചാൻസ് ധാരാളം ഉണ്ട് അല്ലെ. പ്രത്യേകിച്ച് എല്ലാം മാനുവലി ചെയ്യുന്നതാവുന്നതുകൊണ്ട് തന്നെ തെഫ്റ്റിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് തന്നെയാണ് കറക്റ്റ് ആണ് കേട്ടോ. റോബറിയാണ് ഉദ്ദേശിച്ചത്, കറക്റ്റ് ആണ്. അതായത് ഇത്തരത്തിലുള്ള ഓവർ സ്റ്റോക്കിങ് അതുപോലെ തന്നെ തെഫ്റ്റ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നിർബന്ധമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. എന്താണ് പറയുന്നത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, EOQ എന്നാണ് പറയാ. ആ ഒരു കൺസെപ്റ്റ് നിർബന്ധമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ദ ത്വാർട്ട് ഓർ തെഫ്റ്റ് അല്ലെ. സോറി, ടു പ്രിവെന്റ് ദ എന്താ പറയാ, ഓവർ സ്റ്റോക്കിംഗ് ഓർഡർ. ഓക്കെ, കറക്റ്റ് ആണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനെ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ടു പ്രിവെന്റ് ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. ഉത്തരം എന്താണ്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അതെന്താണ് ലാസ്റ്റ് പറയുന്നത്. അടുത്തത്, ഓർഡർ ടു ബി ഇഷ്യൂഡ് ആസ് സൂൺ ആസ് എ ക്രിട്ടിക്കൽ ലെവൽ ഈസ് റീച്ച്ഡ് കേട്ടോ. അതായത് ആ ഒരു ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? ഓർഡർ നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കണം. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സേഫ്റ്റി സ്റ്റോക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് കണക്കാക്കിക്കൊണ്ട് നമ്മൾ ഡ്രഗിന്റെ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ. അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? ഓർഡർ നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കണം. തീരെ ലെവല് താഴുന്നത് വരെ കാത്തിരിക്കരുത്. സേഫ്റ്റി സ്റ്റോക്ക് ആയിരിക്കുമ്പോൾ തന്നെ ആ മരുന്നിന്റെ ഡിമാൻഡ് കൂടുതലുള്ള മരുന്നാണെങ്കിൽ നമ്മളത് സേഫ്റ്റി സ്റ്റോക്ക് നിലനിൽക്കെ തന്നെ ഓർഡർ കൊടുത്തിരിക്കണം. കാരണം അത് ആവശ്യം വരുന്ന മരുന്നുകളാണ്. അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിന് മുമ്പ് ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കണം. അടുത്തത്, ഇൻ കേസ് ഓഫ് ഡ്രഗ്സ് ഇമ്പോർട്ടഡ് ആംപിൾ ലീഡ് ടൈം ടു ബി ഗിവൻ കേട്ടോ. ഇനി ചില മരുന്നുകൾ ചിലപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന മരുന്നുകളാണെന്ന് വിചാരിക്കുക. പുറത്തുനിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന മരുന്നുകളാണെങ്കിൽ അതിന് നമ്മൾ ആവശ്യത്തിനുള്ള സമയം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന മരുന്നുകളാകുമ്പോൾ അതിൻ്റെതായ ടൈം എടുക്കും, അത് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് എത്തുന്നതിനൊക്കെ സമയം എടുക്കും. അപ്പൊ ആ ഒരു സമയം കൂടെ കണക്കാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു ടൈമും കൂടെ കണക്കാക്കി നമ്മൾ ഓർഡർ കൊടുക്കണം. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് ഓഫ് ഡ്രഗ്സ് ഇമ്പോർട്ടഡ് ആംബിൾ ലീഡ് ടൈം ടു ബി ഗിവൻ. ആംബിൾ മീൻസ് മതിയാവുന്ന സമയം, ആവശ്യത്തിനുള്ള സമയം, സഫീഷ്യന്റ് സമയം അതിന് കൊടുത്തിരിക്കണം. പിന്നെന്താണ് കീപ്പ് ദ റെസിപ്റ്റ് ഓഫ് ഡ്രഗ്സ്. എന്താണ് കീപ്പ് ദ റെസിപ്റ്റ് ഓഫ് ഡ്രഗ്സ്? മരുന്നുകളുടെ രസീതുകള് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? കീപ്പ് ചെയ്തിരിക്കണം. റെസിപ്റ്റ് ഓഫ് ഡ്രഗ്സ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് മരുന്നുകളുടെ ഇടപാടുകളൊക്കെ നടത്തുന്നതിന്റെ കൃത്യമായിട്ടുള്ള രസീതും കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം? കീപ്പ് ചെയ്തിരിക്കണം. പിന്നെന്താ പറയുന്നത്? ഓൾ ഡ്രഗ്സ് റിസീവ്ഡ് മസ്റ്റ് ബി ചെക്ക്ഡ്, വെയ്ഡ്, ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി ആൻഡ് ഡേറ്റ് ഓഫ് എക്സ്ചേഞ്ച്. അല്ലെ, അതായത് നമ്മൾ റിസീവ് ചെയ്യുന്ന എല്ലാ മരുന്നുകളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ചെക്ക് ചെയ്യണം. വരുന്ന മരുന്നുകൾ അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അല്ലെ. വരുന്ന മരുന്നുകൾ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം, അതിന്റെ വെയിറ്റ് എടുക്കണം, ബാച്ച് നമ്പർ, ഓരോ മരുന്നുകളുടെയും ബാച്ച് നമ്പർ, ഏതൊക്കെ ബാച്ചിൽ വരാം, ഏതൊക്കെ ബാച്ച് നമ്പറുകളാണ്, അല്ല അത് എക്സ്പയറി ഡേറ്റിനെ ബാധിക്കും അല്ലെ. ഓക്കെ, അപ്പൊ ബാച്ച് നമ്പറുകൾ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, അളവിലാണ്, ഡേറ്റ് ഓഫ് എക്സ്പയറി ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? റാൻഡം സാമ്പിൾസ് ഓഫ് ഈച്ച് ബാച്ച് സാമ്പിൾ ഹാസ് ടു ബി സെൻഡ് ടു ലാബ് ഫോർ ദ ക്വാളിറ്റി ടെസ്റ്റിംഗ്. അത് മാത്രമല്ല, നമ്മൾ എത്തുന്ന ഈ സാമ്പിളുകളിൽ നിന്ന് റാൻഡം സാമ്പിളുകൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ലാബ് ടെസ്റ്റിംഗ് നമ്മൾ അയച്ചിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ ക്വാളിറ്റി ടെസ്റ്റിംഗ് അല്ലെ. കൃത്യമായിട്ടുള്ള ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടോ ഉറപ്പാക്കാൻ ക്വാളിറ്റി ടെസ്റ്റിങ്ങിനായിട്ട് നമ്മൾ ഈ വരുന്ന ബാച്ചിൽ നിന്നും പെട്ടെന്ന് തന്നെ റാൻഡം ആയിട്ട് സാമ്പിൾ കളക്ട് ചെയ്ത് നമ്മൾ എങ്ങോട്ടേക്ക് അയക്കണം? ഈ പറയുന്ന ലാബിലോട്ട് അയക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ ദ ക്വാളിറ്റി ടെസ്റ്റിംഗ് ആണ്. ക്വാളിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അയച്ചിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് ഓഫ് സബ്സ്റ്റാൻഡേർഡ് ഡ്രഗ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ആഫ്റ്റർ ദ ലാബ് ടെസ്റ്റ്. കേട്ടോ, ഇനി ഏതെങ്കിലും മരുന്നുകൾ സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് നിലവാരം കുറഞ്ഞതായിട്ട് തോന്നുകയാണെങ്കിൽ അത്തരം മരുന്നുകൾ നിർബന്ധമായിട്ട് ലാബ് ടെസ്റ്റുകൾക്ക് ശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഉറപ്പാണത് കേട്ടോ. അതായത് ഏതെങ്കിലും ഇപ്പൊ മരുന്നുകൾ അതിലെ ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു നിലവാരം കുറഞ്ഞതായിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകൾ തീർച്ചയായിട്ടും നമ്മൾ ലാബ് പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാ സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളത്? ഫാർമസിയിൽ നിന്നും കൊടുക്കാനായിട്ട് വിതരണം ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇത്രയും ഭാഗം ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അടുത്തത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഓവർ സ്റ്റോക്കിങ്ങും അതുമൂലം ഉണ്ടാകുന്ന തെഫ്റ്റുകളൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അതെന്താണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി? ജസ്റ്റ് ഒന്ന് വായിക്കാം. EOQ എന്നാണ് ഷോർട്ട് ആക്കി പറയുന്നത് കേട്ടോ. The economic order quantity is the number of units that a company should add to the inventory with each order to minimize the total cost of an inventory, such as holding cost, order cost and shortage cost. കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂ. അതിൽ പറഞ്ഞു നോക്കണ്ട. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒപ്റ്റിമം ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒപ്റ്റിമം ക്വാണ്ടിറ്റി that minimizes the overall cost of an inventory. അത്രേ ഉള്ളൂ. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഒപ്റ്റിമം ക്വാണ്ടിറ്റി which minimizes the total cost of an inventory. ഇൻവെന്ററി എന്ന് പറഞ്ഞ സ്റ്റോക്ക് ആണ് കേട്ടോ. അതായത് മൊത്തത്തിലുള്ള ആ സ്റ്റോക്കിന്റെ ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, മിതമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി, അതിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. പെട്ടെന്ന് മനസ്സിലായി കാണില്ല. ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പൊ ഒരു ഫാർമസി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡ്രഗ് നമുക്കൊരു 1500 യൂണിറ്റ് ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഒരു മാസത്തേക്കാണെന്ന് കരുതിക്കോ. ഒരു മാസത്തേക്കായിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഡ്രഗ് ആ ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിയില് 1500 യൂണിറ്റ് മരുന്ന് നമുക്ക് ആവശ്യമുണ്ടെന്ന് ഇരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യാണ്? 1500 പകരം ഒരു 1600 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഓർഡർ ചെയ്യാണ്. ആ മരുന്ന് 1500 യൂണിറ്റ് നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ എത്ര ഓർഡർ ചെയ്യുന്നത്? 1600 യൂണിറ്റ് ആണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഇങ്ങനെ 1600 യൂണിറ്റ് നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള കോസ്റ്റുകൾ നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. കുറയ്ക്കാൻ ഇൻ ദ സെൻസ് ഉദ്ദേശിക്കുന്നത് കൂടാതെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാല് സജസ്റ്റ് ഹോൾഡിംഗ് കോസ്റ്റ്.
ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ചെലവ് അല്ലെ. ഇപ്പൊ 1500 യൂണിറ്റ് മരുന്ന് എടുത്താലും പോട്ടെ, 1500 വരെ ഒരു 1600 യൂണിറ്റ് നമ്മൾ മരുന്ന് മേടിച്ചാലും അത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഫാർമസിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 1600 യൂണിറ്റ് ഓർഡർ ചെയ്യില്ലേ നല്ലത്? അതല്ലേ നല്ലത്? കാര്യം ഈ മരുന്ന് ഈ മാസമല്ല അടുത്ത മാസം അതും പിന്നെയും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു മരുന്നാണ്. അപ്പൊ അത്രയും മരുന്നുകൾ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഫാർമസിക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ 1500 വരെ 1600 യൂണിറ്റ് നമ്മൾ ഓർഡർ ചെയ്തുകൊണ്ട് വിഷയമുണ്ടോ അവിടെ? ഇല്ല. അപ്പൊ ആ ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അഡീഷണൽ ഒരു ഹോൾഡിംഗ് കോസ്റ്റ് അവിടെ വരുന്നില്ല അല്ലെ. അതിനോടൊപ്പം തന്നെ ഓർഡർ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റില്ലേ? ഇപ്പൊ ഒരു 4 തവണ ഓർഡർ ചെയ്യുന്നിടത്ത് നമുക്കൊരു 3 തവണ ഓർഡർ ചെയ്താൽ മതി. കുറച്ച് എക്സ്ട്രാ ഓർഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു കോസ്റ്റ് നമുക്ക് 4 പ്രാവശ്യം ഓർഡർ ചെയ്യുന്നിടത്ത് ഒരു 3 പ്രാവശ്യം നമുക്ക് ഓർഡർ ചെയ്താൽ മതി. 4മതൊന്നും ഓർഡർ ചെയ്യുന്ന കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? അതുപോലെ തന്നെ ഷോർട്ടേജ് കോസ്റ്റ് അല്ലെ. ഇപ്പൊ മരുന്നുകൾ ഷോർട്ടേജ് വരികയാണ്. ഷോർട്ടേജ് വരുമ്പോൾ എന്ത് സംഭവിക്കും? അടിയന്തര മരുന്നുകളാണെങ്കിൽ ഷോർട്ടേജ് വന്ന ബുദ്ധിമുട്ടാവും. സ്വാഭാവികമായിട്ടും ഷോർട്ടേജ് വരുമ്പോൾ നമുക്ക് കുറെ കൂടെ അഡീഷണൽ എക്സ്പെൻസ് എടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും അത് ഓർഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴും അവിടെ കോസ്റ്റ് വർദ്ധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാതെ നമുക്ക് കുറയ്ക്കാനായിട്ട്, നമുക്ക് കുറയ്ക്കുകയല്ല, നമുക്കതിനെ കൂടാതെ നോക്കാനായിട്ട് പറ്റും. കുറച്ചൊരു അതാണ് ഞാൻ പറഞ്ഞത് ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്. മിതമായി നിൽക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, എന്നാൽ പിന്നെ 1600 യൂണിറ്റ് ഓർഡർ ചെയ്ത് കൊടുത്താൽ പിന്നെ 2000 യൂണിറ്റ് ഓർഡർ ചെയ്യാൻ പാടില്ല. അങ്ങനെ പറ്റില്ല. 2000 യൂണിറ്റ് ചിലപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2000 യൂണിറ്റ് ഡ്രഗുകളെ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് ആ വാക്കിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്നാണ് പറഞ്ഞത്. മിതമായ നിരക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു പരിധി വിട്ടത് കൂടാനും പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതലുള്ളതിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ അതാണ് ഒപ്റ്റിമം ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി. ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി എന്ന് വെച്ചാൽ നമുക്ക് ഷോർട്ടേജ് കോസ്റ്റ് കുറയ്ക്കാം അല്ലെ, ഓർഡറിംഗ് കോസ്റ്റ് കുറയ്ക്കാം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ ഒരു 1500 യൂണിറ്റ് കൊണ്ടുവരുന്ന വണ്ടിയിൽ 1600 യൂണിറ്റും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1600 യൂണിറ്റ് കൊണ്ടുവരില്ലേ നല്ലത്? രണ്ടിനും വണ്ടിക്ക് കൊടുക്കേണ്ട കൂലി എത്രയായിരിക്കും? ഒന്ന് തന്നെയല്ലേ വരുള്ളൂ. അപ്പൊ ആ രീതിയിൽ കേട്ടോ, ആ രീതിയിൽ ഇത്തരം കോസ്റ്റുകൾ കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവറോൾ കോസ്റ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് അവിടെ സാധിക്കും. റെഡ്യൂസ് ചെയ്യുക എന്നത് ഉദ്ദേശിക്കുന്നത് നമുക്ക് അഡീഷണൽ ഒരു എക്സ്പെൻസ് വരാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആ സെന്റൻസിൽ ഇങ്ങനെ പറയുന്നത് ഒപ്റ്റിമം ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി. ദാറ്റ് ഈസ് കോൾഡ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അതിന് 1600 യൂണിറ്റ് ആണ് അവിടെ എന്ത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആയിട്ട് കണക്കാക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് ഓക്കെ ആണോ നിങ്ങൾക്ക്? അപ്പൊ ഇത്രയും വലിയ സെന്റൻസ് നോക്കണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഒപ്റ്റിമം ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി. ഓക്കെ, ഒരു ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ആ സംഭവം എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഓവർ സ്റ്റോക്കിംഗ് വരാതിരിക്കാനും അതുമൂലം ഉണ്ടാകുന്ന തെഫ്റ്റ് ഒഴിവാക്കാനായിട്ട് ഈ പറയുന്ന എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ ആണല്ലോ? അത്രയേ ഉള്ളൂ. ബിൽഡിംഗ് ഓഫ് ഡ്രഗ്സ് ആയിട്ട് ബന്ധപ്പെട്ട് അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? 250 മുതൽ 300 മരുന്നുകൾ അടങ്ങുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഡ്രഗ് ഫോർമുലറി ഏതൊരു ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കണം. എപ്പോഴും ഒരു സേഫ്റ്റി സ്റ്റോക്ക് കണക്കാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓർഡർ ഇഷ്യൂ ചെയ്യാനായിട്ട്. അതുപോലെ ഓവർ സ്റ്റോക്കിങ്ങും അതുമൂലം ഉണ്ടാകുന്ന തെറ്റ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫോളോ ചെയ്തിരിക്കണം. ഇനി എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ദാറ്റ് minimizes the total cost of an inventory. That is called the economic order quantity. അതുപോലെ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിന് മുമ്പ് ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കണം. അതുപോലെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന മരുന്നുകളാണെങ്കിൽ, ഇറക്കുമതി ചെയ്യപ്പെടുന്ന ചില മരുന്നുകൾ ഇവിടെ ഉണ്ടാകുന്നില്ല, ഫോറിനിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മരുന്നുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന മരുന്നുകളാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മതിയാവുന്ന സമയം കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മരുന്നുകളുടെ രസീതുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം. വരുന്ന മരുന്നുകൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാന്ന് പറയാൻ അതിന്റെ ഡേറ്റ്, അതിന്റെ ബാച്ച് നമ്പർ, അതിന്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, അതിന്റെ എക്സ്പയറി ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. വരുന്ന സാമ്പിളുകൾക്ക് റാൻഡം ആയിട്ട് എടുത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലാബ് ടെസ്റ്റിന് അയച്ചിരിക്കണം. ഏതെങ്കിലും മരുന്നുകൾ സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് നിലവാരം കുറഞ്ഞതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത്തരം മരുന്നുകൾ കൃത്യമായ ലാബ് പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു മരുന്ന് പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? അടുത്ത നോക്കാം, നമുക്ക് നെക്സ്റ്റ് നോക്കാം.
റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് കേട്ടോ. ഇനി ഒരു ഫാർമസിയിൽ സൂക്ഷിക്കേണ്ട റെക്കോർഡുകളും രജിസ്റ്ററുകളും എന്തൊക്കെയാണ്? ഏതൊക്കെ റെക്കോർഡുകളും രജിസ്റ്ററുകളുമാണ് ഫാർമസിയിൽ സൂക്ഷിക്കേണ്ടത്? എങ്ങനെയാ ചിലപ്പോൾ ചോദ്യം വരിക? താഴെ തന്നിരിക്കുന്നവയില് ഒരു ഫാർമസിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാർമസിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റെക്കോർഡുകളിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഈ പേരുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടണം അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിക്കേ, സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് അല്ലെ. സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ശരിക്കും കണക്ക് പുസ്തകമാണ് കേട്ടോ, കണക്ക് പുസ്തകമാണ്. സോ സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്, വിവിധ തരത്തിലുള്ള മരുന്നുകളിലെ ആ സ്റ്റോക്കിന്റെ കണക്കുകളും മറ്റു രേഖപ്പെടുത്തുന്ന സ്റ്റോക്ക് ലെഡ്ജർ റെക്കോർഡ്സുകൾ ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇന്റന്റ് ആൻഡ് റിസീപ്റ്റ് വൗച്ചർ. ഇന്റന്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ സപ്ലൈ ഓർഡർ മറ്റൊക്കെ കൊടുക്കുമല്ലോ, ആ റിക്വസിഷൻ ഒക്കെ കൊടുക്കുകയും പിന്നെ നമ്മൾ മരുന്നുകളൊക്കെ പർച്ചേസ് ചെയ്തതിന്റെ റിസീപ്റ്റ്, ഓക്കെ, റിസീപ്റ്റ് വൗച്ചറുകളൊക്കെ കൃത്യമായിട്ട് ഫാർമസിയിൽ സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ് ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അല്ലെ. മരുന്നുകളുടെ പരിശോധനാ റിപ്പോർട്ടുകൾ അല്ലെ. കൊണ്ടുവരുന്ന മരുന്നുകൾ നമ്മൾ ഓടിപ്പോയി കൊടുക്കില്ല അല്ലെ, നമ്മള് പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സോ അത്തരത്തിലെ ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, മരുന്നുകളുടെ പരിശോധനാ റിപ്പോർട്ടുകൾ സൂക്ഷിച്ചിരിക്കണം. പിന്നെ എന്താണ് ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൻ കാർഡ്സ്. ഇൻഡെക്സ് രജിസ്റ്റർ, ഇൻഡെക്സ് അല്ലെ, ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു ഇൻഡെക്സ് രജിസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ അത്തരത്തില് ഒരു നമ്മളിപ്പോ എന്താ പറയാ ടെക്സ്റ്റ് ബുക്കിനൊക്കെ ഒരു ഇൻഡെക്സ് എന്നതുപോലെ ആ ഒരു ഫാർമസിക്ക് എന്തുണ്ടാവും, ഒരു ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. ആ ഫാർമസിയിൽ സൂക്ഷിക്കുന്ന മരുന്നുകളുടെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഇൻഡെക്സ് രജിസ്റ്ററും. പിന്നെ വരുന്നത് ബിൻ കാർഡാണ് കേട്ടോ. ബിൻ കാർഡ്, ബിൻ കാർഡ് എന്താണ്? ബിന്ന് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, it is the space where the materials are kept അല്ലെ. മെറ്റീരിയൽസ് ഒക്കെ കെപ്റ്റ് ചെയ്യുന്ന, സൂക്ഷിക്കുന്ന ഒരു സ്പേസ് ആണ് ബിൻ എന്ന് പറയുന്നത്. ബിൻ കാർഡ് ഇപ്പൊ എന്തായിരിക്കും? ഈ പറയുന്ന മരുന്നുകൾ സൂക്ഷിക്കുന്ന ആ ഒരു സ്പേസിൽ നമ്മൾ വെക്കുന്ന ഒരു കാർഡാണ് ബിൻ കാർഡ്. അത് മനസ്സിലാക്കാനായിട്ട് ഒരു ബിൻ കാർഡിന്റെ ഒരു മോഡൽ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബിൻ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ആ മരുന്നുകളുടെ ആ ഒരു യൂസേജ്, അതിന്റെ ആ ഒരു ഫ്ലോ ഒക്കെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ബിൻ കാർഡ് വഴി സാധിക്കും. നമുക്കിപ്പോ ഒരു ക്യാബിനറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന മരുന്നുകളാണ് ശരി, ഒരു ബിന്നിൽ സൂക്ഷിക്കുന്ന മരുന്നുകൾ. അപ്പൊ ആ ബിന്നിനോടനുബന്ധിച്ച് ഈ പറയുന്ന ഒരു ബിൻ കാർഡ് വെച്ചിട്ടുണ്ടോ? ഈ ബിൻ കാർഡിനകത്ത് ആ ഒരു മരുന്നുകളുടെ കംപ്ലീറ്റ് വിവരങ്ങൾ അതിനകത്ത് ആ ബിൻ കാർഡിൽ ഉണ്ടാവും. എത്ര മരുന്നുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, അതിൽ എത്ര മരുന്നുകൾ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഇനി എത്ര മരുന്നുകൾ ബാലൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ വിത്ത് ഡേറ്റ് അടക്കം ആ കാർഡിനകത്ത് രേഖപ്പെടുത്തും. അപ്പൊ നമുക്ക് ആ കാർഡ് നോക്കിയാൽ മതി. അതായത് ആ ക്യാബിനറ്റിൽ പോയിട്ട് നമ്മൾ ആ മരുന്നുകൾ കംപ്ലീറ്റ് ഇടിയൊന്നും നോക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ മരുന്നുകളെ പറ്റിയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കറക്റ്റ് ആയിട്ട് ആ ട്രാക്ക് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ സഹായിക്കുന്നതാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയ ഒരു ബിൻ കാർഡിന്റെ ഒരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിൽ നമ്പർ, മെറ്റീരിയൽ, കോഡ് നമ്പർ, മാക്സിമം ക്വാണ്ടിറ്റി എത്രയാണ്, ഓർഡറിംഗ് ലെവൽ എത്രയാണ്, മിനിമം ക്വാണ്ടിറ്റി എത്രയാണ്, സ്റ്റോഴ്സ് ലെഡ്ജർ ഫോളിയോയിലെ കണക്കും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തും. നോക്കൂ, ഇത് ഡേറ്റ് അടക്കമാണ്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ക്വാണ്ടിറ്റി റിസീവ്ഡ്, എത്ര അളവിൽ നമ്മൾ മരുന്നുകൾ റിസീവ് ചെയ്തു, ആ ഒരു പെർട്ടിക്കുലർ മരുന്ന് എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്, ക്വാണ്ടിറ്റി ഇഷ്യൂഡ്, ആ റിസീവ് ചെയ്തതിൽ എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്, ബാലൻസ് എത്രയുണ്ട്, റിമാർക്സ്, അതിന്റെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു കാർഡാണ്. ഈ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡ്രഗിനെ പറ്റിയുള്ള എല്ലാ കംപ്ലീറ്റ് വിവരങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് കേട്ടോ ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൻ കാർഡ്സ്. അടുത്തത് എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ. ഓരോ മരുന്നുകളുടെയും എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്തുന്ന രജിസ്റ്ററുകൾ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ് അല്ലെ. എല്ലാ മരുന്നുകൾക്കും അതിൻ്റെതായ ചില അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടായിരിക്കും അല്ലെ, പ്രതികൂലമായിട്ടുള്ള ചില റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന റെക്കോർഡുകളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഏതൊരു ഇംഗ്ലീഷ് മരുന്ന് എടുത്തു കഴിഞ്ഞാലും അതിന് അതിൻ്റെതായ ചെറിയ ചില സൈഡ് ഇഫക്റ്റുകളും മറ്റൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്, അഡ്വേഴ്സ് എന്ന് വെച്ചാൽ പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ ഓരോ മരുന്നുകൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ റെക്കോർഡ് ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ് കേട്ടോ. ഇതാണ് ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്. ഇവിടെ കറസ്പോണ്ടൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇടപാടുകളാണ് കേട്ടോ. അറിയാട്ടെ, ശ്രീലക്ഷ്മി ആ പോയിന്റിലോട്ട് എത്തുന്നുള്ളൂ കേട്ടോ. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപാടുകളാണ് കേട്ടോ.
അപ്പോ ഈ പറയുന്ന നമ്മൾ സപ്ലയേഴ്സും യൂണിറ്റ് എന്ന് പറഞ്ഞ ഫാർമസി തമ്മിലുള്ള ആ മരുന്ന് ഇടപാടുകളുടെയൊക്കെ ഫയലുകളും മറ്റും കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കണം. അടുത്തത് ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ്. റെമിറ്റൻസ് എന്ന് പറഞ്ഞ എന്താണ്? പണം അയക്കുന്നതാണ് കേട്ടോ. നമ്മളിപ്പോ മരുന്നുകളും മറ്റൊക്കെ സപ്ലൈസ് നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് പണം അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട റെമിറ്റൻസ് വൗച്ചേഴ്സ് കേട്ടോ. പണം അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ട് കണക്കും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന എന്താ പറയാ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഡിനൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ എന്താണ്? നമ്മള് ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത മരുന്നുകളിലേക്ക് റെക്കോർഡ്. ഡിനൻസിയേഷൻ എന്ന് വെച്ചാൽ നിരാകരിക്കേണ്ടി വരുന്നത്. ഇപ്പൊ നമുക്ക് നോൺ കൺസ്യൂമബിൾ ഇങ്ങനെ ചിന്തിക്കാം, നോൺ കൺസ്യൂമബിൾസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത മരുന്നുകൾ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഓർഡർ കൊടുത്ത മരുന്നുകൾ വന്നു, നമ്മൾ ചിലപ്പോൾ അത് വേണ്ടത്ര ക്വാണ്ടിറ്റി ഇല്ല, അല്ലെങ്കിൽ വേണ്ടത്ര ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ വന്ന ചില മരുന്നുകളിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും? ഇല്ല. അപ്പൊ എന്തുകൊണ്ട് നമുക്കത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചില്ല എന്നതിന്റെ, അത് നമ്മൾ എന്തുകൊണ്ട് നിരാകരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് ഡിനൻസിയേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഡിനൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ അപലപനം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് നമ്മൾ എന്തുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിച്ചില്ല, അത് നിരാകരിക്കേണ്ടി വന്നതിനുള്ളൊരു കാരണമാണ്. അതൊരു പ്രതികൂലമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് നമുക്കത് ഉപയോഗിക്കപ്പെടാൻ പറ്റിയില്ല? ചിലപ്പോൾ അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതുകൊണ്ടോ വേണ്ടത്ര ക്വാളിറ്റി ഉള്ള ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അതാണ് കേട്ടോ. തരംതിരിക്കലല്ല കേട്ടോ. ഡിനൻസിയേഷൻ വെച്ച് നിരാകരിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് അത് നമ്മൾ നിരാകരിച്ചു, നമ്മൾ വേണ്ടാന്ന് വെച്ചു, അതിനുള്ളൊരു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു റെക്കോർഡാണ് കേട്ടോ. അതാണ് ഡിനൻസിയേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ബാൻ ചെയ്തതൊക്കെയുള്ള കാരണങ്ങൾ ഉണ്ടാവും. വെറുതെ ഒരു കാരണവും ഇല്ലാണ്ട് നമ്മൾ ആ മരുന്നുകൾ വേണ്ടാന്ന് വെക്കില്ല, ഒരു റീസൺ ഉണ്ടാവും. നമ്മളത് നിരാകരിക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മളത് വേണ്ടാന്ന് വെക്കുന്നതിന്, ഡിനൻസിയേഷൻ ചെയ്യുന്നതിനായിട്ട് ഒരു കാരണം ഉണ്ടാവും. അപ്പൊ അതൊക്കെ രേഖപ്പെടുത്തുന്ന റെക്കോർഡാണ് കേട്ടോ ഡിനൻസിയേഷൻ റെക്കോർഡ് എന്നാണ് പറയുക. ആൻഡ് കൺസ്യൂമബിൾസ്, അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ മരുന്നുകളെ ഉപയോഗിക്കുന്നുണ്ട്, എത്ര സ്റ്റോക്ക് ബാലൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള റെക്കോർഡുകളുണ്ട്. ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ്, ഉപയോഗിക്കപ്പെടാത്ത മരുന്നുകളുടെ അതിന്റെ കാരണസഹിതം നമ്മൾ രേഖപ്പെടുത്തുന്ന ഡിനൻസിയേഷൻ റെക്കോർഡുകളും പിന്നെ കൺസ്യൂമബിൾസിന്റെ റെക്കോർഡ്സുകളും ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡാണ് കേട്ടോ. ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്, അതായത് നമ്മൾ പറയുന്ന വാർഷിക സ്റ്റോക്ക് സ്ഥിരീകരണ റെക്കോർഡ് കേട്ടോ. സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കാതെ ബാലൻസ് വരുന്നതാണ്. ശരിക്കും നമ്മൾ ഉപയോഗിക്കാത്ത മരുന്നുകളാണ് അല്ലെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ് കേട്ടോ. ഓരോ വർഷത്തിൽ നമ്മൾ എത്ര സ്റ്റോക്ക് വരുന്നുണ്ട്, സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡുകൾ ഉണ്ടായിരിക്കണം. മരുന്നുകളുടെ സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡുകൾ, അതും ഇയർലി ആയിട്ടുള്ള റെക്കോർഡുകൾ ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് ഹോസ്പിറ്റൽ ഫോർമുലറി ആണ്. നേരത്തെ പറഞ്ഞത് എന്താണ് ഫോർമുലറി എന്നുള്ളത്? ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നതിനായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റ് ആണ് കേട്ടോ. അത്തരത്തിലുള്ള ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടായിരിക്കണം. ആന്റിബയോട്ടിക് പോളിസി അല്ലെ, അതായത് നമ്മൾ കൃത്യമായിട്ട് ആന്റിബയോട്ടിക് ഒക്കെ ഉപയോഗിക്കുന്നതിന് കൃത്യമായിട്ടുള്ള പോളിസികളുണ്ട്. നമുക്ക് തോന്നിയ രീതിയിലൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല, അറിയാലോ. അപ്പൊ അത്തരത്തിലുള്ള ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള പോളിസികളൊക്കെ രേഖപ്പെടുത്തുന്ന ഇതാണ് കേട്ടോ. അതാണ് ആന്റിബയോട്ടിക് പോളിസികളൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ പറഞ്ഞത് ഒരു ഫാർമസിയിൽ സൂക്ഷിക്കേണ്ട റെക്കോർഡുകളും രജിസ്റ്ററുകളുമാണ് കേട്ടോ. ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്, ഇൻഡന്റ് ആൻഡ് റിസീപ്റ്റ് വൗച്ചറുകള്, ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകള്, ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ലിങ്ക് കാർഡ്, എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ, അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്, ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്, ledger account for remittance of the vouchers, denunciation record of non-consumables and consumables, yearly stock confirmation record, hospital formulary and antibiotic policy. Okay ആണോ? ക്ലിയർ ആണോ? ഫാർമസിയിൽ സൂക്ഷിക്കേണ്ട റെക്കോർഡുകളും രജിസ്റ്ററുകളൊക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത ഭാഗം കേട്ടോ, സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് കേട്ടോ. ഇനി നമ്മള് മരുന്നുകളുടെ സ്റ്റോറേജിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സിമ്പിൾ ആണ് കേട്ടോ. സ്റ്റോറേജിനെ പറ്റി പറയുമ്പോൾ പലതരത്തിലുള്ള മരുന്നുകളുണ്ട് കേട്ടോ. പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. അത് എല്ലാ മരുന്നുകളും ഒരേ രീതിയിലാണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? അല്ല, എല്ലാ വ്യത്യാസം ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഏതൊക്കെ മരുന്നുകളാണ് നോക്കി? ജനറൽ ഡ്രഗ്സ് ഉണ്ട്, നാർക്കോട്ടിക് ഡ്രഗ്സുകളുണ്ട്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകളുണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകളുണ്ട്.
ഏതൊക്കെയാണ്? പല ഇത്രയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സുകൾ ഉണ്ട്. ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നതും വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ. ഏതൊക്കെയാണ്? ജനറൽ ഡ്രഗ്സ് ഉണ്ട്, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ട്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ ഉണ്ട്. അപ്പൊ ഓരോന്ന് എന്താ നമുക്ക് നോക്കാം. ഓരോന്ന് ഏത് രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കിയേ, സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് കേട്ടോ, മരുന്നുകളുടെ സ്റ്റോറേജ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ജനറൽ ഡ്രഗ്സുകളാണ് കേട്ടോ, പൊതുവായിട്ട് വരുന്ന മരുന്നുകൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഓരോ ഡ്രഗ്സുകളും ഏതൊക്കെ രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ സ്റ്റോർ ചെയ്യുന്ന രീതി കണ്ടിട്ട് ഏത് ടൈപ്പ് മരുന്നുകളാണ് ഈ രീതിയിൽ സ്റ്റോർ ചെയ്യുന്നത് ചോദിക്കും. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പൊ നോക്കുക, ഒന്നാമത്തെ പോയിന്റ് ജനറൽ ഡ്രഗ്സില് ഡ്രഗ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. എന്താണ് പറയുന്നത്? ഡ്രഗ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. ഡ്രഗുകൾ നമ്മൾ ക്യാബിനറ്റിനകത്ത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, സ്റ്റോർ ചെയ്യാനായിട്ട്, അല്ലെ? എടുക്കാനുള്ള എളുപ്പത്തിനാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴും ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആയിരിക്കണം ജനറൽ ഡ്രഗ്സുകൾ നമ്മുടെ ക്യാബിനറ്റിനകത്ത് സ്റ്റോർ ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ബിൻ കാർഡ് ഡെപിക്റ്റിംഗ് ദ സ്റ്റോക്ക് പൊസിഷൻ. അതുപോലെ തന്നെ ഓരോ ഡ്രഗ്സിന്റെ ക്യാബിനറ്റിൽ ബിൻ കാർഡ് ഉണ്ടായിരിക്കണം, അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ബിൻ കാർഡിനെ പറ്റിയിട്ട്. ബിൻ കാർഡ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. ബിൻ കാർഡ് എന്താണ് നമുക്ക് കാണിച്ചിരുന്നത്? സ്റ്റോക്ക് പൊസിഷൻ ആണ്. അത് നേരത്തെ കണ്ടല്ലോ, എത്ര ക്വാണ്ടിറ്റി റിസീവ് ചെയ്തിട്ടുണ്ട്, എത്ര ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, എത്ര ബാലൻസ് ഉണ്ട്, വിത്ത് ഡേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. സോ ബിൻ കാർഡ് ഡെപിക്ട് ചെയ്തത് സ്റ്റോക്ക് പൊസിഷൻ ആണ്. അങ്ങനെയും ചോദിക്കാൻ കേട്ടോ. ഡാഷ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. എന്താണ്? ബിൻ കാർഡ് ആണ് സ്റ്റോക്ക് പൊസിഷനെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബിൻ കാർഡുകൾ ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് ഷോർട്ട് എക്സ്പയറി ടു ബി അറേഞ്ച്ഡ് ഇൻ ഫ്രണ്ട് ആൻഡ് ലോങ് എക്സ്പയറി അറ്റ് ദ ബാക്ക് കേട്ടോ. അതായത് ഷോർട്ട് എക്സ്പയറി ഉള്ള, എക്സ്പയറി ഡേറ്റ് പെട്ടെന്ന് കഴിയുന്ന മരുന്നുകൾ എപ്പോഴും നമ്മൾ ഫ്രണ്ടിലായിട്ടും കൂടുതൽ എക്സ്പയറി ഡേറ്റ് ഉള്ള മരുന്നുകൾ ബാക്കിലായിട്ട് വേണം നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് കേട്ടോ, ഓർഗനൈസ് ചെയ്യാനായിട്ട്. അടുത്തതാണ് ഫിഫോ. ഫിഫോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് കേട്ടോ, പ്രൊസീജിയർ ടു ബി ഫോളോ കേട്ടോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പർച്ചേസ് ചെയ്ത മരുന്നുകൾ ഫസ്റ്റ് സോൾഡ് ചെയ്യണം കേട്ടോ. ആദ്യം പർച്ചേസ് ചെയ്ത മരുന്ന് ഏതാണോ അത് ആദ്യം എന്ത് ചെയ്തിരിക്കണം? സോൾഡ് ചെയ്യണം, വിൽക്കണം. ആ ഒരു രീതിയാണ് അതാണ് ഫിഫോ എന്ന് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം മേടിച്ച ഏതാണോ അത് ഫസ്റ്റ് എന്ത് ചെയ്യണം? സോൾഡ് ചെയ്യണം കേട്ടോ. ആ രീതിയിലുള്ള ഫിഫോ പ്രൊസീജിയർ ഫോളോ ചെയ്തിരിക്കണം. പിന്നെ എന്താണ് പറയുന്നത്? ദ ഡ്രഗ്സ് ഷുഡ് ബി യൂസ്ഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് എക്സ്പയറി കേട്ടോ. പരമാവധി ഈ പറയുന്ന എക്സ്പയറി ഡേറ്റിനും ആയിട്ട് തന്നെ മരുന്നുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കണം. എക്സ്പയറി ഡ്രഗ്സ് ടു ബി ഡിസ്പോസ്ഡ് ആസ് പെർ ദ റൂൾ. അത് മാത്രമല്ല, കാലഹരണപ്പെട്ട മരുന്നുകൾ കൃത്യമായിട്ടുള്ള റൂള് പ്രകാരം, കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ പ്രകാരം വേണം എന്ത് ചെയ്യാനായിട്ട്? ഡിസ്പോസ് ചെയ്യാനായിട്ട്. തോന്നിയ രീതിയിൽ ഒരിക്കലും ഡിസ്പോസ് ചെയ്യരുത്. കാലഹരണപ്പെട്ട എക്സ്പയറി ആയിട്ടുള്ള മരുന്നുകൾ കൃത്യമായിട്ടുള്ള റൂളുകള്, പ്രൊസീജിയറുകൾ ഫോളോ ചെയ്ത് വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഇത്രയും നമ്മൾ പറഞ്ഞത് ജനറൽ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സ്റ്റോറേജിനെ പറ്റിയാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ക്യാബിനറ്റിനകത്ത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം മരുന്നുകൾ ഓർഗനൈസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് പൊസിഷൻ കാണിക്കുന്നതിനായിട്ടുള്ള ബിൻ കാർഡ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ഏറ്റവും കുറഞ്ഞ എക്സ്പയറി ഡേറ്റ് ഉള്ളത് കൂടുതൽ എക്സ്പയറി ഡേറ്റ് ഉള്ളത് പിറകിലായിട്ട് വേണം ഓർഗനൈസ് ചെയ്യാനായിട്ട്. ഫിഫോ പ്രൊസീജിയർ ഫോളോ ചെയ്തിരിക്കണം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രൊസീജിയർ ഫോളോ ചെയ്തിരിക്കണം. അതുപോലെ എക്സ്പയറി ഡേറ്റിന് മുമ്പായിട്ട് തന്നെ മരുന്നുകൾ നമ്മൾ എത്തിയിരിക്കണം, ഉപയോഗിച്ചിരിക്കണം. പിന്നെ കാലഹരണപ്പെട്ട എക്സ്പയറി ആയിട്ടുള്ള ഡ്രഗ്സുകൾ കൃത്യമായിട്ടുള്ള റൂള് പ്രകാരം, പ്രൊസീജിയർ പ്രകാരം വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ജനറൽ ഡ്രഗ്സ് മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്തത് കേട്ടോ, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ. ഇനി നമ്മൾ പഠിക്കുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സുകളാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നാർക്കോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് തളർത്തുന്നതോ അത് തന്നെ മയക്കുമരുന്ന്, അത് തന്നെ മയക്കുമരുന്ന്. ദാറ്റ് മീൻസ് നമ്മൾ എന്താണ്, നമുക്ക് തളർച്ച ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ നമ്മളെ മരവിപ്പിക്കുന്നതോ ആയിട്ടുള്ള മരുന്നുകളാണ് അല്ലെ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സർജറി, അനസ്തീഷ്യ പർപ്പസിനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ നാർക്കോട്ടിക് ഡ്രഗ്സ്. ഈ ഡ്രഗ്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മറ്റേ ഡ്രഗ്സ് വരെ എടുത്തിട്ടോ, മറ്റേത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് അല്ല, ഹെവി എന്നൊക്കെയുള്ള ആ ഡ്രഗ് ഇല്ലേ, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാർക്കോട്ടിക് ഡ്രഗ്സ് നമ്മളെ മെഡിസിനൽ പർപ്പസ് എന്നുള്ള രീതിയിൽ ചിന്തിക്കണം കേട്ടോ. മയക്കുമരുന്ന് തന്നെയാണ് നമ്മളെ തളർത്തുന്നതായിട്ടുള്ള, നമ്മളെ മരവിപ്പിക്കുന്നതായിട്ടുള്ള മരുന്നുകളുണ്ട് അല്ലെ. പക്ഷെ അത് നമ്മൾ പല മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഉണ്ടല്ലോ. ഓക്കെ, അത്തരം മരുന്നുകൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് കേട്ടോ നോക്കാം.
there should be different special organization for the narcotic drugs like morphine, pethidine, barbiturates. ഇവിടെ നിങ്ങൾ ഈ മരുന്നുകളുടെ പേരും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ പറഞ്ഞ മരുന്നുകളെല്ലാം തന്നെ നാർക്കോട്ടിക് ഡ്രഗ്സുകൾക്ക് എക്സാമ്പിൾ ആണ്. ഏതൊക്കെയാ? മോർഫിൻ. മോർഫിനൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവില്ല, സിനിമയിലൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും മോർഫിൻ. പെത്തഡീൻ അല്ലെ, പെത്തഡീൻ. അതുപോലെ തന്നെ ബാർബിറ്റ്യൂറേറ്റ്സ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ്? നാർക്കോട്ടിക് ഡ്രഗ്സുകളാണ് കേട്ടോ. ഈ പറയുന്ന മരുന്നുകൾ നാർക്കോട്ടിക് മരുന്നുകൾക്ക് എക്സാമ്പിൾ താഴെ തന്നിരിക്കുന്നവർ ഏതാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ പേരുകളൊക്കെ കാണുമ്പോൾ അറിയാം കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള നാർക്കോട്ടിക് ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്നതിനായിട്ട് സ്പെഷ്യൽ ഓർഗനൈസേഷൻ, അതായത് പ്രത്യേകമായിട്ടുള്ള ക്യാബിനറ്റിൽ വേണം നമ്മൾ ഇത്തരം മരുന്നുകൾ സൂക്ഷിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ നമ്മൾ ജനറൽ ഡ്രഗ്സിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള മരുന്നുകളായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. അതിന് കൃത്യമായിട്ടുള്ള സ്പെഷ്യൽ ഓർഗനൈസേഷൻ തന്നെ, കൃത്യമായിട്ടുള്ള ക്യാബിനറ്റ് തന്നെ നാർക്കോട്ടിക് ഡ്രഗ്സുകൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെന്താണ്? പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റൈൻഡ്. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായിട്ടുള്ള റെക്കോർഡിംഗ് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നാർക്കോട്ടിക് ഡ്രഗുകളാണ്, അതായത് മിസ്യൂസ് ചെയ്യപ്പെടാനൊക്കെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡിംഗ് ഫാർമസിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എല്ലാത്തിന്റെയും വേണം, പക്ഷെ നാർക്കോട്ടിക് ഡ്രഗ്സുകളാകുമ്പോൾ എക്സ്ട്രാ കെയർ അവിടെ കൊടുക്കണം. കൃത്യമായിട്ടുള്ള റെക്കോർഡിംഗ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെന്താണ്? ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. ഇപ്പോഴും നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് വേണം ഇത്തരം മരുന്നുകൾ സ്റ്റോർ ചെയ്യാനായിട്ട് കേട്ടോ. ആർക്കും എളുപ്പം ആക്സസബിൾ ആവരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെയധികം ലോക്ക് ചെയ്ത് വേണം, അത്രയും സെക്യൂർഡ് ആയിട്ട് വേണം നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ചെയ്ത് വെക്കാനായിട്ട്, സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? നാർക്കോട്ടിക് ഡ്രഗ്സുകളുടെ പേരൊക്കെ ഓർത്ത് വെക്കേണ്ട. മോർഫിൻ, പെത്തഡീൻ, ബാർബിറ്റ്യൂറേറ്റ്സ്, അത് പ്രത്യേകം കറക്റ്റ് ആയിട്ടുള്ള റെക്കോർഡിംഗ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് വെച്ച് വേണം ഇത്തരം മരുന്നുകൾ സ്റ്റോർ ചെയ്യാനായിട്ട് കേട്ടോ. അടുത്തത് മൂന്നാമത്തെയാണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. ആണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. ഇൻഫ്ലേമബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, പെട്ടെന്ന് എന്താണ് തീ പിടിക്കുക അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളുമായിട്ട് പെട്ടെന്ന് മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങളോട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അത്തരം മരുന്നുകളുണ്ട്. പ്രത്യേകിച്ച് സ്പിരിറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് തണുത്ത സ്പിരിറ്റ് വെച്ച് തുടയ്ക്കും, തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല, അതൊക്കെ സ്പിരിറ്റ് ആണ്. ദാറ്റ് മീൻസ് അതൊക്കെ ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള മരുന്നുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഡിഫറെന്റ് എൻക്ലോഷർ ടു ബി മെയ്ഡ് ഫോർ ഈസിലി കൈൻഡിൽഡ് തിങ്സ് ലൈക്ക് സ്പിരിറ്റ്, ഗ്യാസസ് ആൻഡ് കെമിക്കൽസ് കേട്ടോ. ഈസിലി കൈൻഡിൽഡ് മീൻസ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളോട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്പിരിറ്റ്, ഗ്യാസസ്, കെമിക്കൽസ് പോലുള്ള അത്തരം മരുന്നുകൾ നമ്മൾ ഡിഫറെന്റ് എൻക്ലോഷർ പ്രത്യേകം നമ്മൾ ക്യാബിനറ്റിലായിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം? സൂക്ഷിച്ചിരിക്കണം. പ്രത്യേകം ഡിഫറെന്റ് എൻക്ലോഷർ, ദാറ്റ് മീൻസ് ഡിഫറെന്റ് ക്യാബിനറ്റിലായിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. പിന്നെന്താണ്? സഫീഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കേട്ടോ. ആവശ്യത്തിന് വായു പ്രവാഹവും അതുപോലെ തന്നെ അഗ്നിശമന ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അല്ലെ. ഇത്തരത്തിലുള്ള ഇൻഫ്ലേമബിൾ ഡ്രഗുകൾ സൂക്ഷിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സഫീഷ്യന്റ് വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, ആവശ്യത്തിന് വായു പ്രവാഹം ഉണ്ടായിരിക്കണം, അതുപോലെ അഗ്നിശമന ക്രമീകരണങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. കേസ് എന്തെങ്കിലും വല്ല തീ പിടിക്കുകയോ കാര്യങ്ങളോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മരുന്നുകളോ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തീ അണയ്ക്കുന്നതിനുള്ള ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സുകളും അത്തരം റൂമുകളിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? എക്സ്പോസ്റ്റ് ഫാൻസ് ഫോർ ദ എയർ ടു പാസ് ത്രൂ. അതായത് ഈ പറയുന്ന വായു നല്ല രീതിയിൽ പുറത്തേക്ക് കടത്തിവിടുന്നതിനായിട്ട് എക്സ്പോസ്റ്റ് ഫാനുകളൊക്കെ ഇത്തരം റൂമുകളിലൊക്കെ ഉണ്ടായിരിക്കണം. സിമ്പിൾ ആണല്ലോ, ആലോചിച്ച് നമുക്ക് വായിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങൾ. ഈ ഫ്ലേമബിൾ ഡ്രഗ്സ് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്? അപ്പൊ നിങ്ങളോട് ഈ പ്രത്യേകത തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് ഏത് ടൈപ്പ് മരുന്നാണ് ചോദിക്കുക. അപ്പൊ ഓപ്ഷനിൽ ജനറൽ ഡ്രഗ് ഉണ്ടായിരിക്കും, നാർക്കോട്ടിക് ഡ്രഗ് ഉണ്ടായിരിക്കും, അങ്ങനെയുണ്ട്. അപ്പൊ നോക്കി കറക്റ്റ് ആയിട്ട് നോക്കി മാർക്ക് ചെയ്യണം കേട്ടോ. അടുത്തതാണ് കോൾഡ് സ്റ്റോറേജ് കേട്ടോ. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് എങ്ങനെയായിരിക്കും? ദ ഡ്രഗ്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, liver extract that should be in store cold room between 15 degree ആണ് കേട്ടോ. അവിടെ ഒന്ന് തിരുത്തണം കേട്ടോ. നിങ്ങളിവിടെ പെർസെന്റേജിന്റെ സിമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. 15 ഡിഗ്രി സെൽഷ്യസ് നടക്കും കേട്ടോ. ഡിഗ്രി ഇടുമ്പോൾ മുകളിൽ ഒരു ചെറിയ സീറോ പിന്നെ ഒരു ക്യാപിറ്റൽ സി കേട്ടോ. അതിങ്ങനെ വലിയ പെർസെന്റേജ് വെക്കാട്ടോ, പെർസെന്റേജ് അല്ല കേട്ടോ. 15 ഡിഗ്രി ടു ടെക്സ്റ്റിൽ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ശരി ശരി ശരി. അപ്പൊ നോക്കാം, ഞാൻ എന്റെ പ്രീഡിക്ഷന് തെറ്റാണ്, ഇതോട്ടാ ഞാൻ പറഞ്ഞേട്ടാ. അപ്പൊ നോക്കുക, ഡ്രഗ് സച്ച് ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട് ദാറ്റ് ഷുഡ് ബി ഇൻ സ്റ്റോർ കോൾഡ് റൂം ഡിഗ്രി 15 ഡിഗ്രി ടു 20 ഡിഗ്രി കേട്ടോ. അതായത് 15 ഡിഗ്രി സെന്റിഗ്രേഡിനും 20 ഡിഗ്രി സെന്റിഗ്രേഡിനും ഇടയിൽ വേണം. അത്രയും ടെമ്പറേച്ചർ അത്രയേ ഉള്ളൂ.
15 to 20 ഡിഗ്രി സെന്റിഗ്രേഡ് എന്നൊരു ടെമ്പറേച്ചർ അത്രയേ ഉള്ളൂ, ബാക്കി മുഴുവൻ തണുപ്പാണ് കേട്ടോ. അപ്പൊ ആ ഒരു സ്റ്റോർ അല്ലെങ്കിൽ ആ കോൾഡ് റൂമിൽ വേണം ഇത്തരം മരുന്നുകൾ. ഏതൊക്കെ മരുന്നുകൾ, ആ മരുന്നുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു കേട്ടോ. ഏതൊക്കെയാണ്? ആന്റിബയോട്ടിക്സ്, അതുപോലെ തന്നെ വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്റ്റുകൾ അല്ലെ, ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമ്മൾ എന്താണ് വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ വേണം സൂക്ഷിക്കാനായിട്ട്. എത്രയും ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണ് പറയുന്നത്? 15 ഡിഗ്രി സെന്റിഗ്രേഡ് ടു 20 ഡിഗ്രി സെന്റിഗ്രേഡ് കേട്ടോ. 15 തൊട്ട് 20 ഡിഗ്രി സെന്റിഗ്രേഡ് റേഞ്ചിൽ വേണം ഈ പറയുന്ന ഏതൊക്കെയാണ്? ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്റ്റുകൾ കേട്ടോ. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കാനായിട്ട്. അതുപോലെ തന്നെ ദ റൂം ഷുഡ് ബി എയർ കണ്ടീഷൻഡ് വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി. ഇങ്ങനെയുള്ള റൂമുകൾ എന്തായിരിക്കണം? എയർ കണ്ടീഷൻഡ് റൂമാണ് അല്ലെ. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉൾപ്പെടുന്ന എയർ കണ്ടീഷൻഡ് റൂമുകളായിരിക്കണം അല്ലെ. ഓക്കെ. അതുപോലെ തന്നെ ഡ്രഗ്സ് ലൈക്ക് വാക്സിൻസ്, സെറം, ഹോർമോൺസ് എക്സെട്ര ഹാവ് ടു ബി സ്റ്റോർഡ് അറ്റ് 2 to 8 ഡിഗ്രി സെന്റിഗ്രേഡ് ഇൻ ഡീപ്പ് ഫ്രീസേഴ്സ് ഓർ വാക്കിൻ കൂളർ. അതായത് ഇത്തരം മരുന്നുകൾ ഏതൊക്കെയാണ്? വാക്സിനുകൾ, സെറം, ഹോർമോണുകൾ കേട്ടോ. ഇതൊക്കെ ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ അത്രയും ഫ്രീസ് ചെയ്ത് വേണം സൂക്ഷിക്കാനായിട്ട് കേട്ടോ. ഡീപ്പ് ഫ്രീസറിൽ അല്ലെങ്കിൽ കൂളറിലൊക്കെ സൂക്ഷിക്കുന്നത് ഒരു 2 to 8 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് പറഞ്ഞത്. അത്രയും ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത്, അത്രയും തണുപ്പിന് ഡീപ്പ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കേണ്ട മരുന്നുകളാണ് വാക്സിനുകൾ, സെറം, അതുപോലെ തന്നെ ഹോർമോണുകൾ കേട്ടോ. ഓക്കെ. ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് നോട്ട് ചെയ്ത് വെക്കാം. ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട് ഒക്കെ ആണെങ്കിൽ 15 ഡിഗ്രി സെന്റിഗ്രേഡ് ടു 20 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അതേസമയം എന്താണ്? വാക്സിൻസുകള്, സെറം, അതുപോലെ ഹോർമോണുകള് അതൊക്കെ എത്രയാണ് പറയുന്നത്? 2 ഡിഗ്രി സെന്റിഗ്രേഡ് തൊട്ട് 8 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ് സൂക്ഷിക്കേണ്ടത് ഡീപ്പ് ഫ്രീസ് ചെയ്ത്. നിങ്ങൾ ഈ അങ്കണവാടിയിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ കണ്ടിട്ടില്ല, അതൊരു ചെറിയൊരു ഫ്രീസർ, ചെറിയൊരു സ്യൂട്ട് കേസ് പോലെ ഒരു ഫ്രീസറിലാണ് അവര് വാക്സിൻസ് ഒക്കെ കൊണ്ടുവരാൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ടില്ലേ? കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള വാക്സിനും സെറം, ഹോർമോണുകളൊക്കെ ആ ഒരു രീതിയിലാണ്, അത്രയും താഴ്ന്ന ടെമ്പറേച്ചറിലാണ് എടുക്കുക. അത് കുത്തുന്ന സമയത്താണ് അവർ അപ്പം തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ. പിന്നെന്താണ്? ടെമ്പറേച്ചർ എക്സിബിറ്റിംഗ് ത്രൂ ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിങ്. അതോടൊപ്പം തന്നെ ഇത്തരം റൂമുകളിൽ കോൾഡ് സ്റ്റോറേജ് റൂം ആണല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചർ എക്സിബിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. കറക്റ്റ് ആയിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെമ്പറേച്ചർ എക്സിബിറ്റ് ചെയ്യണം. ഏതൊക്കെയാണ്? ത്രൂ ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിങ് കേട്ടോ. ഡയൽ തെർമോമീറ്റർ എന്നൊക്കെ പറഞ്ഞൊരു ഡിവൈസ് ആണ്. ഇതുപോലെ ടെമ്പറേച്ചർ ചാർട്ടിങ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു റൂമിന്റെ ടെമ്പറേച്ചർ എക്സിബിറ്റ് അവിടെ ചെയ്തിരിക്കണം. കാരണം ഇത് കോൾഡ് സ്റ്റോറേജ് ആണല്ലോ. അപ്പൊ ഇത് നിങ്ങൾ മറക്കരുത്. ആന്റിബയോട്ടിക്, വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട് കേട്ടോ. ഏതൊക്കെയാണ്? ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്. ഇത് ഏത് ഡിഗ്രി, എത്രയാണ് ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത്? 15 തൊട്ട് 20 ഡിഗ്രി സെന്റിഗ്രേഡ് കേട്ടോ. അതേസമയം വാക്സിനുകള്, സെറം, ഹോർമോണുകൾ അതേതാണ്? 2 to 8 ഡിഗ്രി സെന്റിഗ്രേഡ് കേട്ടോ. ആ 2 ടെമ്പറേച്ചർ റേഞ്ച് ഒന്ന് നോട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. ഈ രീതിയിലാണ് ഇത്രയും മരുന്നുകളൊക്കെയാണ് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. ജനറൽ ഡ്രഗ്സുകള്, നാർക്കോട്ടിക് ഡ്രഗ്സുകള്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകള്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകള് ഈ ഒരു രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മെഡിക്കേഷൻ പ്രൊസീജിയർ ആണ് കേട്ടോ. മെഡിക്കേഷൻ പ്രൊസീജിയർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഫാർമസിയിലോട്ട് മെഡിക്കേഷൻ ഓർഡർ അല്ലെങ്കിൽ ഒരു മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു ടൈം തൊട്ട് ആ ഒരു മെഡിസിൻ നമ്മുടെ വാർഡിൽ എത്തുന്നത് വരെയുള്ള ആ ഒരു എന്താ പറയാ പ്രവർത്തനക്രമം, ആ ഒരു വർക്ക് ഫ്ലോ, ആ ഒരു പ്രൊസീജിയർ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇതിന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അവിടെ കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അതിന് വേറെ ക്വസ്റ്റ്യൻ ഒന്നും വരാനില്ല. അതായത് ഒരു ഡോക്ടർ നമ്മൾ മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കില്ലേ, മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന സമയം തൊട്ട് അത് ആ റിക്വസിഷൻ ഫാർമസിയിലോട്ട് പോകുന്നു. അങ്ങനെ ഫാർമസിയിൽ നിന്ന് ആ ഒരു മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആ ഒരു വാർഡില് ആ ഒരു പേഷ്യന്റിന്റെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ആ ഒരു വർക്ക് ഫ്ലോ, ആ ഒരു പ്രൊസീജിയർ ആണ്, മെഡിക്കേഷൻ പ്രൊസീജിയറിന്റെ ആ ഒരു സ്റ്റെപ്പുകളാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കൊടുത്തേക്കുന്നതാണ്, നമുക്കത് വായിക്കാതെ. മെഡിക്കേഷൻ മെത്തേഡ് ഓഫ് IPD ഫ്രം ദ ക്യാബിൻ ഓഫ് ആണ് കേട്ടോ. ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് മരുന്നുകൾ എത്തുന്ന, ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ എത്തുന്നത് വരെയുള്ള ആ ഒരു നടപടിക്രമങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കി, ഡോക്ടേഴ്സ് റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻസ്.
ആദ്യം എന്താണ് ഡോക്ടർമാര് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് അല്ലെ. നഴ്സ് എന്ത് ചെയ്യാണ്? നഴ്സസ് ട്രാൻസ്ക്രൈബ് ദ പ്രിസ്ക്രിപ്ഷൻ ബൈ ദ ഇലക്ട്രോണിക് മെഷീൻസ് ഓൺ ടു ദ HAS. എന്താണ് HAS എന്ന് പറഞ്ഞാല്? HASന്റെ ഫുൾ ഫോം എന്ന് എഴുതി വെച്ചുള്ളൂ കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എഴുതി വെക്കുക. HASന്റെ ഫുൾ ഫോം എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. നമ്മൾ ഇന്നിപ്പോ എല്ലാം സിസ്റ്റം ബേസ്ഡ് ആണല്ലോ. ഈ പറയുന്ന ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും അവിടുത്തെ വർക്ക് ഫ്ലോ ഒക്കെ വളരെ സുഗമമായിട്ട് നടത്തുന്നതിനായിട്ട് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനങ്ങളാണ് കേട്ടോ HAS എന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ ആദ്യം തന്നെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. നഴ്സ് എന്ത് ചെയ്യാണ്? ഈ പ്രിസ്ക്രിപ്ഷനെ ട്രാൻസ്ക്രൈബ് ചെയ്യാണ്. ദാറ്റ് മീൻസ് അവർ പകർത്താണ്. എങ്ങനെ പകർത്തുന്നു? ബൈ ഇലക്ട്രോണിക് മെഷീൻസ് ഉപയോഗിച്ച് പകർത്തി എന്തിലോട്ട് വിടാണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിലോട്ട് എൻട്രി ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അടുത്തതോ അത് നേരെ എവിടേക്കാവും പോകുന്നുണ്ടാവുക? ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അടുത്ത ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ തിരുത്തിയിട്ടുണ്ടോ? ഇവിടെ കുറച്ച് തിരുത്തലുകൾ വേണം കേട്ടോ. നിങ്ങളുടെ എങ്ങനെയാ തിരുത്തിയേക്കുന്നത്? അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ട്രാൻസ്ലേറ്റ്സ്, അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ട്രാൻസ്ലേറ്റ്സ് നഴ്സസ് ഇലക്ട്രോണിക് റിക്വസ്റ്റ് ഫോർ ദ മെഡിസിൻ, അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ഒന്ന് പറയാമോ? അല്ല. അപ്പൊ ഒന്ന് അവിടെ തിരുത്തണം കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്കുകൾ വായിച്ച പെട്ടെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ട് നിങ്ങൾ അവിടെ ഒന്ന് തിരുത്തുക കേട്ടോ. അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ട്രാൻസ്ലേറ്റ്സ് എന്ന് വെച്ചാൽ കേട്ടോ. ട്രാൻസ്ലേറ്റ്സ്, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ട്രാൻസ്ലേറ്റ്സ്, TRANSLATES കേട്ടോ. ട്രാൻസ്ലേറ്റ്സ്. അതിനകത്ത് ബൈ യൂസിങ് ഇലക്ട്രോണിക് മെഷീൻ ഇല്ലേ? ബൈ യൂസിങ് ഇലക്ട്രോണിക് മെഷീൻ അതൊന്ന് വെട്ടിയിരിക്കും. അത് വെട്ടിക്കോട്ടാ. ബൈ യൂസിങ് ഇലക്ട്രോണിക് മെഷീൻ ഉള്ളത് വെട്ടിക്കോ. എന്നിട്ട് ഇങ്ങനെ വായിക്കാം. അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ട്രാൻസ്ലേറ്റ്സ് നഴ്സസ് ഇലക്ട്രോണിക് റിക്വസ്റ്റ് ഫോർ ദ മെഡിസിൻ, അങ്ങനെ വായിക്കണം കേട്ടോ. നഴ്സസ് ഇലക്ട്രോണിക് റിക്വസ്റ്റ് ഫോർ ദ മെഡിസിൻ ഓൺ ടു എ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ്, അങ്ങനെ വായിക്കണം. അപ്പൊ നിങ്ങൾക്ക് അർത്ഥം കിട്ടുള്ളൂ കേട്ടോ. എന്താണ്? അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ട്രാൻസ്ലേറ്റ്സ് നഴ്സസ് ഇലക്ട്രോണിക് റിക്വസ്റ്റ് ഫോർ ദ മെഡിസിൻ ഓൺ ടു എ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ്. ക്ലിയർ ആയോ? അതായത് നമ്മൾ ഈ പറയുന്ന ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി, അത് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞാണ് നഴ്സ് എന്ത് ചെയ്യാണ്? അത് ട്രാൻസ്ക്രൈബ് ചെയ്യാണ് അല്ലെ. ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടുകൂടി ട്രാൻസ്ക്രൈബ് ചെയ്ത് അത് HAS സോഫ്റ്റ്വെയറിനകത്ത് എൻട്രി ചെയ്യാണ്. ഇത് നേരെ ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകും? ഫാർമസി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഇനി ഒന്നുകൂടെ പറയുന്നത്? അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ട്രാൻസ്ലേറ്റ്സ് എന്നുള്ളത് എഴുതി ചേർക്കണം കേട്ടോ. ട്രാൻസ്ലേറ്റ്സ് ബൈ യൂസിങ് ഇലക്ട്രോണിക് മെഷീൻ ഇല്ലേ? അത് വെട്ടിക്കോട്ടോ. ബൈ യൂസിങ് ഇലക്ട്രോണിക് മെഷീൻ വെട്ടിയിട്ടോളൂ, അത് വേണ്ട. ഇത് ഇങ്ങനെ വായിക്കാം. അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ട്രാൻസ്ലേറ്റ്സ് നഴ്സസ് ഇലക്ട്രോണിക് റിക്വസ്റ്റ് ഫോർ ദ മെഡിസിൻ ഓൺ ടു എ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ്, അങ്ങനെ വായിക്കണം കേട്ടോ. അതായത് ഈ ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യും? അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകള് ഈ നഴ്സിന്റെ ആ ഒരു HASലോട്ട് വിട്ടിട്ടുള്ള ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും? ആ നഴ്സസിന്റെ മെഡിസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റിക്വസിഷൻ അത് എന്തിലോട്ട് മാറ്റും? പ്രിന്റഡ് ഫോമിലോട്ട് മാറ്റുന്നു. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ട് ഈ റിക്വസിഷൻ പോയിട്ടുണ്ട്. അപ്പൊ ഈ നഴ്സസിന് മെഡിസിനായിട്ടുള്ള റിക്വസിഷൻ ഉണ്ടല്ലോ, നഴ്സസിന്റെ റിക്വസിഷൻ, ആ റിക്വസിഷനെ എന്തിലോട്ട് മാറ്റാണ്? ഒരു പ്രിന്റഡ് ഫോമിലോട്ട് മാറ്റാണ്. പ്രിന്റഡ് രീതിയിൽ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിലോട്ട് മാറ്റാണ് കേട്ടോ. എന്താണ് ട്രാൻസ്ക്രൈബ്സ് എന്നുള്ളത്? നേരത്തെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ട്രാൻസ്ലേറ്റ്സ്, ട്രാൻസ്ക്രൈബ് അല്ല, അവിടെ ഉപയോഗിക്കേണ്ടത് ട്രാൻസ്ലേറ്റ്സ് കേട്ടോ. ട്രാൻസ്ലേറ്റ്സ് രണ്ടാമത്തെ പോയിന്റ് ആണ് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ട്രാൻസ്ലേറ്റ്സ്, TRANSLATES ട്രാൻസ്ലേറ്റ് നഴ്സസ് ഇലക്ട്രോണിക് റിക്വസ്റ്റ് ഫോർ ദ മെഡിസിൻ ഓൺ ടു പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിലോട്ട് മാറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അത് കഴിഞ്ഞിട്ടോ ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ, അവിടെയും തിരുത്തണം കേട്ടോ. മൂന്നാമത്തെ പോയിന്റിലും തിരുത്തലുണ്ട്. ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ മെഡിസിൻ, ഇതില്ലേ ഈ മീഡിയം തിം എന്നൊക്കെ എഴുതിച്ച് അത് വെട്ടിയിട്ട് മെഡിസിൻ ആക്കുക കേട്ടോ. മെഡിസിൻ ആക്കുക. മെഡിസിൻ ഒബ്റ്റെയിൻ മെഡിസിൻ ഫ്രം ചേർക്കാം കേട്ടോ. ഫ്രം ദ ഷെൽഫ്സ്,
ഈ മീഡിയൻ തിം എന്ന് പറഞ്ഞിട്ടില്ലേ അത് വെട്ടുക. അത് വെട്ടിയിട്ട് കുഴപ്പമില്ല ചിപ്പി, മെഡിക്കേഷൻ എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. മെഡിക്കേഷൻ എന്ന് പറഞ്ഞാലും മെഡിസിൻ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് കേട്ടോ. അങ്ങനെ വായിച്ചാൽ മതി. അപ്പൊ ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ മെഡിക്കേഷൻസ് ഫ്രം ദ ഷെൽഫ്സ് ടു ദ ഡിസ്പെൻസിങ് ടേബിൾ ആസ് പെർ ദ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫ്രം ഉണ്ട്. ഓക്കെ നിമിഷം, അപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഫ്രം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ എന്താണ് പറഞ്ഞത്? ഡിസ്പെൻസേഴ്സ്. അപ്പൊ ആദ്യം നമ്മൾ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഡിസ്പെൻസേഴ്സ് എന്ത് ചെയ്യും? ഈ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ പ്രകാരമുള്ള മരുന്നുകൾ ഷെൽഫിൽ നിന്നും എടുക്കുന്നു. ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് അവരെന്ത് ചെയ്യും? ഈ പറയുന്ന ടേബിളിൽ കൊണ്ടുവെക്കുന്നു അല്ലെ, ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ആസ് പെർ ദ പ്രിന്റ് അതെ മെഡിക്കേഷൻ ഓർഡർ പ്രകാരം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള മരുന്നുകൾ അവരെന്ത് ചെയ്യുന്നു? ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് അല്ലെ, ടേബിളിൽ വെക്കുന്നു. പിന്നെ എന്താണ്? Then medicines should be kept in a small medication cart along with a printed medication order sheet. അങ്ങനെ എന്ത് ചെയ്യും? ആ മരുന്നുകൾ അല്ലെ, ഈ പറയുന്ന എല്ലാ മരുന്നുകളും ഒരു മെഡിക്കേഷൻ കാർട്ടിലാക്കിയിട്ട്, മെഡിക്കേഷൻ കാർട്ട് എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ കേസ്, ഒരു ബോക്സ് പോലുള്ള ഒരു ട്രേക്കകത്ത് എല്ലാ മെഡിസിൻസും കൊണ്ടുവയ്ക്കുകയാണ് അല്ലെ. ഇതിനോടൊപ്പം അലോങ് വിത്ത് ദ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് കേട്ടോ. ഈ പറയുന്ന പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് എല്ലാ മരുന്നുകളും മെഡിക്കേഷൻ കാർട്ടിനകത്ത് ആ ഒരു ബോക്സിനകത്ത് കൊണ്ടുവയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ദ മെഡിക്കേഷൻ. ഫാർമസിസ്റ്റുകൾ ആ മെഡിക്കേഷൻ ഓർഡർ വെച്ചിട്ട് എന്ത് ചെയ്യും? ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഓർഡർ പ്രകാരമുള്ള മരുന്നുകളൊക്കെ ആണോ എന്നത് കറക്റ്റ് ആയിട്ട് അവര് ക്രോസ് ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടോ ആഫ്റ്റർ വെരിഫൈങ് പ്രോപ്പർ ഡിസ്പെൻസിങ് pharmacy aid bag all the medications into a bag and sticks to the medication order along with it. വേറൊന്നുമല്ല, കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതിനു ശേഷം ഫാർമസി എയ്ഡ് എന്ന് വെച്ചാൽ ഫാർമസിയിൽ സഹായിക്കുന്ന ആ വ്യക്തി, ആ സ്റ്റാഫ് എന്ത് ചെയ്യും? എല്ലാ മെഡിക്കേഷൻസിനും ഒരു ബാഗിലാക്കാണ്, ഒരു കവറിലാക്കാണ്. അതിന്റെ കൂടെ തന്നെ എന്തും വെക്കും? മെഡിക്കേഷൻ ഓർഡറും വെക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെന്താണ്? ലാബലിംഗ് ഈസ് ആൾസോ ഡൺ ഇഫ് നെസസറി. ആവശ്യമെങ്കിൽ അതിന് കൃത്യമായിട്ട് ലാബലും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും അല്ലെ. ഓരോ മരുന്നുകൾ എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണെന്നുള്ള ആ ലാബലിംഗ് ഒക്കെ ആവശ്യത്തിന് ചെയ്തു വെക്കുന്നു. അത് കഴിഞ്ഞിട്ടോ സബ്മിറ്റ്സ് ദ മെഡിക്കേഷൻ പേഷ്യന്റ് ഡിവൈസ് ടു ദ നഴ്സസ് അക്കൗണ്ടബിൾ ഇൻ ദ ഫ്ലോർ. അത് കഴിഞ്ഞിട്ട് ആ വാർഡില് റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സിന്റെ കൈകളിലേക്ക് ഓരോ പേഷ്യന്റ് വൈസ് ആയിട്ട് അല്ല, ഓരോ രോഗിക്കും വ്യക്തിഗതമായിട്ട് തന്നെ മെഡിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യും. ആര് സബ്മിറ്റ് ചെയ്യും? ഫാർമസി ആയിട്ട്. മനസ്സിലായോ പറഞ്ഞത്? ഫാർമസി ആയിട്ട് ഇതെല്ലാം ബാഗിലാക്കുന്നു, കൃത്യമായ ലാബലിംഗ് ഒക്കെ ചെയ്തിട്ട് ആ വാർഡിൽ റെസ്പോൺസിബിൾ ആയിട്ട് നഴ്സിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് അല്ലെ. അത് പേഷ്യന്റ് വൈസ് ആയിട്ട് ഓരോ രോഗികൾക്കുമുള്ള മരുന്നുകൾ കൃത്യമായിട്ട് ആ ഒരു വാർഡിൽ റെസ്പോൺസിബിൾ ആയിട്ട് നഴ്സിന്റെ കൈകളിൽ സബ്മിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടോ the nurses receive the medicine from the pharmacy aid and check the quantity according to the requirement. നഴ്സ് എന്ത് ചെയ്യും? ഈ മരുന്നുകൾ സ്വീകരിക്കുകയും ഈ പറയുന്ന റിക്വയർമെന്റ്, അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ മരുന്നുകൾ ഉണ്ടോ എന്നുള്ളത് നഴ്സ് എന്ത് ചെയ്യും? ചെക്ക് ചെയ്ത് നോക്കുന്നു. അത് കഴിഞ്ഞിട്ടോ give the medication to the patient. ആ മരുന്നുകൾ പേഷ്യൻസിന് കൊടുക്കുന്നു. ക്ലിയർ ആയല്ലോ? അത്രയേ ഉള്ളൂ സ്റ്റെപ്പുകൾ. ആദ്യം എന്താ ചെയ്യുന്നത്? ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, നഴ്സ് അത് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയറിലേക്ക് എൻ്റർ ചെയ്യും. ഇത് നേരെ പോകുന്നത് ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് അല്ലെ. ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ അവിടുത്തെ സ്റ്റാഫുകൾ എന്ത് ചെയ്യാണ്? ആ ഒരു റിക്വസിഷനെ കൃത്യമായിട്ട് ഒരു പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിലോട്ട്, പ്രിന്റഡ് ഫോമിലോട്ട് മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് ഡിസ്പെൻസേഴ്സ് എന്ത് ചെയ്യും? ഈ പ്രിന്റഡ് ഓർഡർ ഷീറ്റ് പ്രകാരമുള്ള മരുന്നുകൾ ഷെൽഫിൽ നിന്നും എടുത്ത് അവരുടെ ടേബിളിൽ കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ എല്ലാ മരുന്നുകളെയും ഒരുമിച്ച് അവരൊരു മെഡിക്കേഷൻ കാർട്ടിലാക്കി വെക്കുന്നു. മെഡിക്കേഷൻ ഓർഡറോടൊപ്പം തന്നെ മെഡിക്കേഷൻ കാർട്ടിൽ ആ ഒരു ബോക്സ് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫാർമസിസ്റ്റുകൾ ആ മെഡിക്കേഷൻ ഓർഡർ പ്രകാരം ക്ലോസ് ചെക്ക് ചെയ്ത് നോക്കുന്നു. ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ തന്നെയാണോ ഉള്ളതെന്ന് അവർ ക്ലോസ് ചെയ്ത് നോക്കുന്നു. അങ്ങനെ കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഫാർമസി എയ്ഡ് എന്ത് ചെയ്യും? ഫാർമസിയെ സഹായിക്കുന്ന വ്യക്തി ഈ പറയുന്ന മരുന്നുകളൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ബാഗിലാക്കുന്നു അല്ലെ. ആ ബാഗിൽ ആവശ്യത്തിന് വേണ്ട ലാബിലേക്ക് മറ്റും ചെയ്യുന്നു. എന്നിട്ട് അത് ആ വാർഡിലെ നഴ്സിന് അല്ലെ, വാർഡിലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സ് ആണോ അവരുടെ കൈകളിലേക്ക് പേഷ്യന്റ് വൈസ് ആയിട്ട് തന്നെ ഈ പറയുന്ന മരുന്നുകളുടെ ബാഗുകൾ എത്തിക്കുന്നു. നഴ്സ് എന്ത് ചെയ്യുന്നു? അത് റിസീവ് ചെയ്തിട്ട് കൃത്യമായിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ മരുന്നുകൾ ഉണ്ടോ എന്നുള്ളത് നഴ്സ് ചെക്ക് ചെയ്ത് നോക്കിയതിനു ശേഷം ആ മരുന്നുകൾ ആർക്ക് കൊടുക്കുകയാണ്? പേഷ്യൻസിന് വിതരണം ചെയ്യാണ്. ഓക്കെ ആണോ? അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റൻ ഫോർ പേഷ്യന്റ് ഇൻ HIS. നമ്മൾ പറഞ്ഞല്ലോ ഡോക്ടേഴ്സ് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യും? നഴ്സ് അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് HIS-ലോട്ട് ഇടും. HIS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലേക്കാണ് അത് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എൻറ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
നമ്മൾ തുടക്കം ഒരു സ്റ്റെപ്പ് പറഞ്ഞില്ലേ, ഡോക്ടേഴ്സ് റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻ, നഴ്സസ് ട്രാൻസ്ക്രൈബ് ദ പ്രിസ്ക്രിപ്ഷൻ ഓൺ ടു ദ HIS എന്ന് പറഞ്ഞില്ലേ. HISലോട്ട് നമ്മൾ അത് എൻട്രി ചെയ്യുന്നതിന് മുൻപായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം? ഒന്ന്, പേഷ്യന്റ് ID നമ്പർ അല്ലെ, പേഷ്യന്റിന്റെ ID നമ്പർ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. നമ്മൾ ഒരുപാട് രോഗികൾക്കുള്ള മരുന്നുകൾക്കുള്ള റിക്വസിഷൻ ആണ് ഫാർമസിയിലോട്ട് കൊടുക്കുന്നത്. അപ്പൊ മരുന്നുകളൊന്നും മാറിപ്പോവാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്കും വേണ്ട മരുന്നുകളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് പേഷ്യന്റിന്റെ ID നമ്പർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. പിന്നെ പേഷ്യന്റിന്റെ ബെഡ് നമ്പർ, ഓരോ പേഷ്യന്റിന്റെ ബെഡ് നമ്പറുകൾ ചെക്ക് ചെയ്യണം. പേഷ്യന്റ് നെയിം, പേഷ്യന്റിന്റെ പേര്, അതുപോലെ തന്നെ ഡോസ് ആൻഡ് ഡോസേജ് ഫ്രം ദ റിട്ടൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ, പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ഉള്ള കൃത്യമായിട്ടുള്ള ഡോസ്, മരുന്നുകളുടെ ഡോസും ഡോസേജുകളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെന്താണ്, സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്. നമ്മൾ ഈ റിക്വസിഷൻ കൊടുക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് തന്നെ പേഷ്യന്റിന്റെ ക്യാബിനറ്റിൽ മരുന്നുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. ഫുള്ള് തീർന്നിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം വേണ്ട മരുന്നുകൾ അഡ്വാൻസ് ആയിട്ട് തന്നെ പേഷ്യന്റിന്റെ ക്യാബിനറ്റിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. എന്നിട്ടാണ് പിന്നീട് ആവശ്യം വരുന്ന മരുന്നുകൾ റിക്വസിഷൻ കൊടുക്കേണ്ടത്. ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ അഥവാ റിസീവ് ലാസ്റ്റ് ഇന്റന്റ് പേപ്പർ, ലാസ്റ്റ് ഇന്റന്റ് പേപ്പർ അതായത് നമ്മൾ റിക്വസിഷൻ കൊടുക്കുന്ന ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, സപ്ലൈ നമ്മൾ റിക്വസിഷൻ കൊടുക്കുന്ന മരുന്നുകൾ വേണമെന്ന് നമ്മൾ റിക്വസിഷൻ കൊടുക്കുന്ന പേപ്പർ റിസീപ്റ്റുകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, സൂക്ഷിച്ചു വെച്ചിരിക്കണം. മനസ്സിലായോ? നമ്മൾ ലാസ്റ്റ് ഓർഡർ കൊടുക്കുന്ന മരുന്നുകളുടെ ആ ഇന്റന്റ് പേപ്പർ ഉണ്ടല്ലോ, റിക്വസിഷൻ കൊടുക്കുന്ന ആ പേപ്പറുകള്, അത് റിസീവ് ചെയ്യുന്ന പേപ്പറുകൾ, അതുപോലെ നമ്മൾ സ്വീകരിക്കുന്ന പേപ്പർ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, സൂക്ഷിച്ച് വെച്ചിരിക്കണം. കാര്യം പിന്നീട് എന്തെങ്കിലും മരുന്നുകൾ നമുക്ക് റീപ്ലേസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലിസ്റ്റ് കൊണ്ട് നമുക്കത് മാറ്റി മേടിക്കാവുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. എന്തൊക്കെ ചെക്ക് ചെയ്യണം? പേഷ്യന്റിന്റെ ID നമ്പർ, പേഷ്യന്റിന്റെ ബെഡ് നമ്പർ, പേഷ്യന്റിന്റെ പേര്, പ്രിസ്ക്രിപ്ഷൻ പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള ഡോസും ഡോസേജ് ഒക്കെ നോട്ട് ചെയ്തിട്ട് വേണം HISലോട്ട് കയറ്റി വിടാനായിട്ട് കേട്ടോ. ഇത് കയറ്റി വിടുന്നതിന് മുമ്പ് തന്നെ രോഗിക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം മരുന്നുകൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ക്യാബിനറ്റിൽ സൂക്ഷിച്ചിരിക്കണം. നമ്മൾ ഇന്റന്റ് കൊടുക്കുന്ന, നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന മരുന്നുകളുടെ കൃത്യമായിട്ടുള്ള റെസീപ്റ്റും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ടൈം കഴിഞ്ഞിട്ടോ, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ലബോറട്ടറി സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഫാർമസി നമുക്ക് ഫിനിഷ് ചെയ്യാൻ, ലബോറട്ടറി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.